ആഗോള നിക്ഷേപ ഉച്ചകോടിയായ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവിന് റിയാദിൽ തുടക്കം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിക്ഷേപ സാധ്യതകളും വെല്ലുവിളികളുമാണ് ഉച്ചകോടി പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഉച്ചകോടിയുടെ വിവരങ്ങൾ പ്രേക്ഷകരിലെത്തിക്കാൻ 24 ഉണ്ട്. ജലീൽ കണ്ണമംഗലം ഇപ്പോൾ ജിദ്ദയിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജലീൽ, എന്തൊക്കെ ചർച്ചകളാണ് ഇന്ന് നടക്കുക പ്രധാനമായും ജലീൽ? ഉന്മേഷ്, ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് ഇന്നലെ തുടങ്ങിയെങ്കിലും പ്രധാന ചർച്ചകളെല്ലാം നടക്കുന്നത് ഇന്നു മുതലാണ്. ലോക സാമ്പത്തിക രംഗത്തെ ചിന്താധാരകളെ തന്നെ നിർണ്ണയിക്കുന്ന ഒരു ഉച്ചകോടിയാണ് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ്. റിയാദിലെ കിങ് അബ്ദുൽ-അസീസ് ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിലാണ് ഈ പരിപാടി ഉച്ചകോടി നടക്കുന്നത്. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ ഗവർണറും ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനുമായ യാസിർ അൽ റുമയാൻ ഇന്ന് ഉച്ചകോടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചു. നിറഞ്ഞ സദസ്സിലായിരുന്നു ഉദ്ഘാടനം നടന്നത്. മനോഹരമായ കലാപരിപാടികളും മറ്റും ഈ ഉദ്ഘാടന വേദിയിൽ ഉണ്ടായിരുന്നു. വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. സമൃദ്ധിയുടെ താക്കോൽ എന്ന വിഷയത്തിലാണ് ഇത്തവണ ഉച്ചകോടി നടക്കുന്നത്. 20ഓളം രാഷ്ട്ര തലവന്മാർ പങ്കെടുക്കുന്നുണ്ട്. 650ഓളം പ്രതിനിധികളും 650ഓളം പ്രസംഗകരും 8000-ലേറെ പ്രതിനിധികളും ഈ ഉച്ചകോടിയിൽ സംബന്ധിക്കുന്നുണ്ട്. മന്ത്രിമാരും സിഇഒമാരും നിക്ഷേപകരും ഒക്കെ ഈ പരിപാടി സംബന്ധിക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യ, സുസ്ഥിരത, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളെല്ലാം ഈ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടി വ്യാഴാഴ്ച വരെ നീണ്ടു നിൽക്കും. $60 ബില്യൺ നിക്ഷേപ കരാറുകൾ ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. റിയാദ് ഇപ്പോൾ ആഗോള നിക്ഷേപങ്ങളുടെയും ആശയങ്ങളുടെയും ഒരു സുപ്രധാന കേന്ദ്രമായി മാറിയിരിക്കുന്നു. ഏതായാലും ഉച്ചകോടി വിവരങ്ങൾ പ്രേക്ഷകരിൽ അപ്പോൾ എത്തിക്കാൻ അന്താരാഷ്ട്ര മാധ്യമ സംഘത്തോടൊപ്പം ഇത്തവണ 24 ഉണ്ട്. ഉന്മേഷ്, ശരി. ജലീൽ കണ്ണമംഗലമാണ് ഇപ്പോൾ ജിദ്ദയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.